ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത 90-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 5-ാം ഞായറാഴ്ച സഭ ആചരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പരിചിന്തനത്തിനായി സഭ നമുക്ക് തരുന്ന വേദഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വചനഭാഗമാണ്. കർത്താവായ യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് പ്രവർത്തിക്കുന്ന 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അത്ഭുതമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം. സമാന്തര സുവിശേഷകന്മാരായ വിശുദ്ധ മത്തായിയും മർക്കോസും ലൂക്കായും അതുപോലെ വിശുദ്ധ യോഹന്നാനും രേഖപ്പെടുത്തുന്ന ഈ അപ്പം വർദ്ധിപ്പിക്കൽ സംഭവം കഴിഞ്ഞ ഏതാനും ആഴ്ച മുമ്പ് വിശുദ്ധ യോഹന്നാൻ്റെ അവതരണം അനുസരിച്ച് നാം ചിന്തിക്കുകയും വിശുദ്ധ കുർബാനയുടെ പ്രത്യേകമായ നാന്ദിയായി അതിനെ നാം വിശകലനം ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്തു. വിശുദ്ധ യോഹന്നാൻ്റെ അവതരണത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ അത്ഭുതത്തിൽ അല്ലെങ്കിൽ അടയാളത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ പരിചിന്തനത്തിനായി സഭ തരുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണല്ലോ. ലൂക്കാ സുവിശേഷകന്റെ തനിമയിൽ അത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ മത്തായിയും മാർക്കോസും അപ്പം വർദ്ധിപ്പിക്കുന്ന 2 സംഭവങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ അവർ രണ്ടുപേരും ഓരോ സംഭവമായിട്ട് 5 അപ്പവും 2 മത്സ്യവും കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തുന്ന സംഭവമായിട്ടാണ് അവതരിപ്പിക്കുക ഇന്നത്തെ സുവിശേഷത്തിൽ. ഈ വേദഭാഗത്തിൻ്റെ പ്രത്യേകമായ അവതരണത്തിലേക്ക് നാം കടന്ന് അതിൻ്റെ ചിന്തകൾ നമുക്ക് അല്പമായി വിശകലനം ചെയ്യാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം കർത്താവായ യേശു തൻ്റെ അപ്പസ്തോലന്മാരെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി അയക്കുന്ന പശ്ചാത്തലമാണ് ഇന്നത്തെ സുവിശേഷത്തിന് ഉള്ളത്. അവരെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി അയക്കുമ്പോൾ 3 ദൗത്യങ്ങളാണ് അവർക്ക് കൊടുക്കുക. പിശാചുക്കളെ പുറത്താക്കുക, രോഗികൾക്ക് സൗഖ്യം നൽകുക, ദൈവരാജ്യം പ്രസംഗിക്കുക. അവർ ഇപ്രകാരം ചെയ്തിട്ട് തിരിച്ചു വന്ന് കർത്താവിൻ്റെ അടുക്കൽ അത്ഭുതകരമായ അതിൻ്റെ ഫലം എന്താണ് എന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. വളരെ പ്രായോഗികമായ അത്ഭുതകരമായ ഫലം ഉളവാക്കുന്ന അപ്പസ്തോലന്മാരുടെ ഈ പ്രവർത്തനത്തിൽ ഹെറോദേസും കൂട്ടനുമൊക്കെ പ്രത്യേകമായി അത്ഭുതപ്പെടുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് യേശു ആരാണെന്നും അവനെ കാണണമെന്നും അവൻ അങ്ങനെ ഒരാൾ ഉണ്ട് എന്നും അവൻ ഹെറോദേസ് പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ഇപ്രകാരമുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ഈ സുവിശേഷം അവതരിപ്പിക്കപ്പെടുക. തൻ്റെ ശിഷ്യന്മാർ ചെയ്ത അതേ പ്രവൃത്തികൾ തന്നെ കർത്താവായ യേശു തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ ചെയ്യുകയാണ്. യേശു തമ്പുരാൻ പ്രത്യേകമായിട്ട് 3 കാര്യങ്ങളാണ് ചെയ്തത്. പ്രധാനമായും തൻ്റെ പരസ്യ ജീവിതകാലത്ത് സ്വർഗരാജ്യത്തിൻ്റെ വലിയ സുവിശേഷം ഈ ലോകത്തോട് പ്രസംഗിച്ചു കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ രോഗികളായവർക്ക് സൗഖ്യം നൽകി, പിശാച് ബാധിതരെ അവിടുന്ന് പ്രത്യേകമായി പൈശാചികമായ ബാധയിൽ നിന്ന് ഒഴിവാക്കി. തൻ്റെ പ്രത്യേകമായ ഈ 3 ദൗത്യങ്ങൾ താൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം സുവിശേഷൻ അവതരിപ്പിക്കുക. നാം ഇന്ന് ഇപ്രകാരം വായിക്കുകയാണ്. 10-ാം വാക്യത്തിൽ 9-ാം അധ്യായം 10-ാം വാക്യത്തിൽ അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവൻ ബെത്സയിദ എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ബെത്സയിദ എന്ന വാക്കിൻ്റെ വാച്യാർത്ഥം മീൻപിടുത്തക്കാരുടെ ഭവനം എന്നാണ്. ദി ഹൗസ് ഓഫ് ദി ഫിഷർമെൻ. യൂദയായിലെ ഒരു ബെത്സയിദയെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ബെത്സയിദ എന്ന ഈ സ്ഥലം ഗലീലിയ പ്രദേശത്തുള്ളതാണ്.
അവിടെയുള്ള ഒരു പട്ടണത്തിലേക്കാണ് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോവുക. ഇപ്രകാരം യേശുവും ശിഷ്യന്മാരും ബെത്സയിദയിലേക്ക് പോയിരിക്കുന്നു എന്നറിഞ്ഞ് അനേകര് യേശുവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് അവൻ്റെ പിന്നാലെ ചെന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. യേശു അവരെ സ്വീകരിക്കുന്നു. അവൻ അവരെ സ്വീകരിച്ച് അവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. ആ സ്ഥലം ഒരു വിതന സ്ഥലമായിരുന്നു. അവരോട് പ്രസംഗിക്കുന്നതോടൊപ്പം തന്നെ അവരിൽ രോഗശാന്തി ആവശ്യമുള്ളവർക്കൊക്കെ യേശു തമ്പുരാൻ രോഗശാന്തി നൽകി. അങ്ങനെ സായംകാലമായി സന്ധ്യയാകാൻ സമയത്ത് ഈ കർത്താവിൻ്റെ വചസ്സ് കേട്ടുകൊണ്ടിരുന്ന ഈ വലിയ ജനാവലിയെ കണ്ടിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന് മനസ്സിലാക്കി അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, സമയം സന്ധ്യയാകാറായി, ഇതൊരു വിതന സ്ഥലമാണ്, നീ അവരെ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും പറഞ്ഞു വിട്ടാൽ അവർക്കവിടെ പോയി താമസിക്കുന്നതിനും ഭക്ഷണം തരപ്പെടുത്തുന്നതിനും സാധിക്കുമെന്ന്. വിതന സ്ഥലം ആണ് യേശു സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. വിജന സ്ഥലം, മരുഭൂമി, മല എന്നൊക്കെ പറയുന്ന പ്രത്യേകമായ പ്രസംഗ സാഹചര്യങ്ങൾ കർത്താവിൻ്റെ തിരുവചനം ആഴത്തിൽ പതിക്കുവാൻ സാധ്യതയുള്ള ഏകാന്തതയുടെ സ്ഥലമാണ്. വിജന സ്ഥലത്ത് മറ്റു പ്രലോഭനങ്ങളേതുമില്ല. ദൈവവചനത്തിന് വേരോടുവാനുള്ള സാധ്യതകളുണ്ട്. അപ്രകാരം വിജനമായ ഒരു സ്ഥലത്ത് അനേകായിരങ്ങളെ കൂട്ടിയിരുത്തിക്കൊണ്ട് യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. ഇപ്രകാരം പ്രസംഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ യേശുവിൻ്റെ വാക്കുകൾ അവരുടെ ഹൃദയങ്ങളിൽ ആഴത്തിലിറങ്ങണം. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അവർ ആ അന്തരീക്ഷത്തിൽ നിന്നും മാറ്റപ്പെടണം. അവർക്ക് ഭക്ഷണത്തിനും താമസത്തിനും സൗകര്യമുണ്ടാകണമെന്ന് അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുക്കൽ പറയുമ്പോൾ യേശു അവരോട് പറയുന്നു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക. യേശു ഒരു രീതിയിൽ തൻ്റെ ശിഷ്യന്മാരെ പരീക്ഷിക്കുകയാണ്. വളരെ ക്രിയാത്മകമായി വിജയ ശ്രീലാളിതരായി തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സുവിശേഷ പ്രഘോഷണം നടത്തി തങ്ങളുടെ ദൗത്യം നടത്തി തിരിച്ചു വന്ന അപ്പസ്തോലന്മാരോട് ഈ വലിയ ജനാവലിക്ക് അപ്പം കൊടുക്കുവാൻ, ഭക്ഷണം കൊടുക്കുവാൻ യേശു ആവശ്യപ്പെടുകയാണ്. അവർ അതിന് മറുപടിയായി പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലാകെ 5 അപ്പവും 2 മത്സ്യമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രമാത്രം വരുന്ന ഈ പുരുഷാരത്തെ എങ്ങനെ തീറ്റിപ്പോറ്റുവാൻ പറ്റും? ഞങ്ങൾ പുറത്തുപോയി വാങ്ങിക്കൊണ്ടുവരാതെ അതിന് യാതൊരു സാഹചര്യവും ഇല്ല എന്ന് തൻ്റെ ഗുരുവിൻ്റെ അടുക്കൽ അപ്പസ്തോലന്മാർ ഉണർത്തിക്കുകയാണ്. ഇത് കേട്ട യേശു അവരോട് പറയുന്നു, നിങ്ങൾ അവരെ പന്തിക്കിരുത്തുക. 5000 പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. പുരുഷന്മാരുടെ കാര്യം മാത്രമാണ് ഇവിടെ പറയുക. സാധാരണ ദൈവവചനം ശ്രവിക്കുവാനായിട്ട് പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബങ്ങളാണ് വന്നു ചേരുക. പുരുഷന്മാരെ മാത്രം ഇവിടെ പരാമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ സ്ത്രീകളോ കുഞ്ഞുങ്ങളോ ഇല്ല എന്നർത്ഥമില്ല. പുരുഷന്മാരെ എണ്ണി 5000 ഉണ്ട് എന്ന് പറയുമ്പോൾ ആ വലിയ ജനക്കൂട്ടത്തിൻ്റെ ഒരു ആശയം കൈമാറുവാനാണ് സുവിശേഷകൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്. അവരെ 50 വീതമുള്ള പന്തികളായി അവരെ 50 വീതമുള്ളവരാ ഗ്രൂപ്പായി ഒരു പന്തിക്കിരുത്തുവാൻ യേശു പറയുന്നു. അങ്ങനെ അവരെ പന്തിക്കിരുത്തുമ്പോൾ യേശു ഈ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ച് ഈ അപ്പം ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു എന്നാണ് സുവിശേഷം രേഖപ്പെടുന്നത്. ഈ 5 അപ്പവും 2 മീനും യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അത് ആശീർവദിച്ചു. അവൻ ഇപ്രകാരം ആശീർവദിച്ച അവര് ആ അപ്പവും മത്സ്യവും തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ് തൻ്റെ ഈ മുമ്പിലിരിക്കുന്ന ഈ ശ്രോതാക്കൾക്ക് വിളമ്പുവാനായിട്ട്. ഇവിടെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്ന് പറയുമ്പോൾ യഹൂദ ചിന്തയനുസരിച്ച് ദൈവം, യഹോവയായ ദൈവം സ്വർഗസ്ഥനാണ്, ആകാശങ്ങളിൽ വസിക്കുന്നവനാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് യേശു പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ബാവ എന്ന് പഠിപ്പിക്കുന്നത്. ഇപ്രകാരം സ്വർഗത്തിൽ വസിക്കുന്ന, ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പരിവേഷം യഹൂദ ചിന്തയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ കണ്ണുകൾ ഉയർത്തി പിതാവിൻ്റെ പക്കലേക്ക്, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ച് ഇതിനെ ആശീർവദിച്ചത്. ഇവിടെ എവുളോഗെയിൻ എന്നൊരു ഗ്രീക്ക് വാക്കാണ് ആശീർവദിക്കുക എന്നുള്ളതിന് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ വാച്യാർത്ഥം
ഗീവ് പ്രൈസ്, അല്ലെങ്കിൽ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക എന്നാണ്. സമാന്തര സുവിശേഷകന്മാര് ഈ ആശീർവാദ കർമ്മത്തിന് വേണ്ടി അങ്ങനെയുള്ള തർജ്ജമയ്ക്ക് ഇവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് എവ്ലോഗെയിൻ, ടു ഗീവ് പ്രൈസ് എന്നാണ്, അല്ലെങ്കിൽ പ്രൈസ് ദ ലോർഡ് എന്നാണ്. എങ്കിൽ അത് യോഹന്നാൻ ഉപയോഗിക്കുമ്പോൾ ഇപ്രകാരമുള്ള അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിൽ എവുകരിസ്തേസാസ് എന്നുള്ളൊരു വാക്കാണ്. യൂക്കറിസ്റ്റ് എന്ന അർത്ഥം വരുന്ന താങ്ക്സ് ഗിവിങ് എന്ന അർത്ഥമുള്ള ഒരു പദമാണ്, ഗ്രീക്ക് പദമാണ് യോഹന്നാൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ സമാന്തര സുവിശേഷന്മാരുടെ തിരിക്കുന്ന ഈ എവ്ലോഗെയിൻ എന്ന വാക്ക് കർത്താവിന് സ്തുതി അർപ്പിക്കുക എന്നുള്ളതാണെങ്കിലും അത് ആ സ്തുതിപ്പ് ഒരു ആശീർവാദമായിട്ട് ഇവിടെ അവരെ തർജ്ജമ ചെയ്യപ്പെടുകയാണ്. ഇപ്രകാരം യേശു ആശീർവദിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ സ്തുതി അർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കപ്പെട്ട ഈ അപ്പം, ഈ മത്സ്യം, അത് അനേകർക്ക് വേണ്ടി വിളമ്പുവാൻ പാകപ്പെടുത്തുകയാണ്. അവിടുന്ന് ശിഷ്യന്മാരെ മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന വേദഭാഗങ്ങളിൽ ഇപ്രകാരം അപ്പമെടുത്ത് മുറിക്കുന്ന സംഭവം നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ കർത്താവായ യേശു തൻ്റെ ഉത്ഥാനത്തിന് ശേഷം എമാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ അപ്പം ആശീർവദിച്ച് മുറിക്കുന്നുണ്ട്. സമാന്തര സുവിശേഷകന്മാർക്ക് അപ്പുറം വിശുദ്ധ യോഹന്നാൻ അവതരിപ്പിക്കുന്നിടത്ത് ഇപ്രകാരം അപ്പം മുറിക്കുന്ന സംഭവം അത് വിശുദ്ധ കുർബാനയുടെ ഒരു സൂചനയായിട്ടാണ് ബൈബിൾ വ്യാഖ്യാതാക്കൾ, ദൈവശാസ്ത്രജ്ഞന്മാർ പറയുക. ഈ 5 അപ്പവും 2 മത്സ്യവും വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നു. ആ കുർബാനയുടെ പശ്ചാത്തലത്തിൽ ഇപ്രകാരം മുറിക്കപ്പെട്ട 5 അപ്പവും 2 മത്സ്യവും അവിടെ ഇരുന്ന ജനങ്ങൾക്ക് വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്. അവർ ആ വലിയ ശുശ്രൂഷ ചെയ്യുന്നു. അവിടെ ഇരുന്നവർക്കെല്ലാം അവർക്ക് സമൃദ്ധമായി അപ്പം വിളമ്പി അവർ ഭക്ഷിച്ച് തൃപ്തരായി എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. ഭക്ഷിച്ച് തൃപ്തരാകുക, അതാണല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നത്. വിശുദ്ധ കുർബാനയാണ് ഒരു മനുഷ്യനെ ആത്മീയ സംതൃപ്തിയിലേക്ക് ഉയർത്തുക. ഇവിടെ യേശു ആശീർവദിച്ചു കൊടുത്ത ഈ 5 അപ്പവും 2 മത്സ്യവും 5000 വരുന്ന പുരുഷന്മാർക്കും ശേഷിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വിളമ്പുവാൻ മാത്രം ഉണ്ടായിരുന്നുവെങ്കിൽ, അവരെ സംതൃപ്തരായി എങ്കിൽ, ഇത് അത്ഭുതകരമായ യേശുവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ 29 അത്ഭുതങ്ങളാണ് യേശു പ്രവർത്തിച്ചതായിട്ട് സമാന്തര സുവിശേഷകന്മാർ രേഖപ്പെടുത്തുക. അതിൽ എല്ലാ സുവിശേഷകന്മാരും രേഖപ്പെടുത്തുന്ന ഈ അത്ഭുതം അത്ഭുതകരമായ അപ്പം വർദ്ധിപ്പിക്കലാണ്. അത് വിശുദ്ധ കുർബാനയുടെ വലിയ ഒരു അനുഭവമായി ദൈവശാസ്ത്ര വീക്ഷണത്തിൽ കടന്നു വരികയാണ്. അവർ ഭക്ഷിച്ച് തൃപ്തരായി ശേഷിച്ച അപ്പം 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു എന്ന് പറയുന്നു. അപ്പസ്തോല പ്രബോധനം എന്നറിയപ്പെടുന്ന ഡിഡാക്കെ എന്ന് പറയുന്ന പുരാതന കൃതിയിൽ ശേഷിക്കുന്ന അപ്പം ശേഖരിച്ചതിനെ കുറിച്ച് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ നന്ദിയാണ് എന്നാണ്. വിശുദ്ധ കുർബാന നാം സൂക്ഷിച്ചു വയ്ക്കുന്നു. അർപ്പിച്ച കുർബാന സൂക്ഷിച്ചു വെച്ചിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഇന്നും നമ്മുടെ സഭാ കൂട്ടായ്മയിൽ വിശുദ്ധ കുർബാന സക്രാരിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. ഈ പാരമ്പര്യം കർത്താവായ യേശു പ്രവർത്തിച്ച ഈ അത്ഭുതങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരംഭിച്ചതാണ്. ശേഷിച്ച അപ്പക്കഷണങ്ങൾ അവർ ശേഖരിക്കുകയാണ്. 12 കുട്ടകൾ നിറയെ അതുണ്ടായിരുന്നു. അത് ഇടാക്കെ അവതരിപ്പിക്കുന്നതനുസരിച്ച് വിശുദ്ധ കുർബാന ശേഖരിച്ച് സൂക്ഷിക്കുന്നതിൻ്റെ പ്രതീകമാണ്. സ്നേഹമുള്ളവരെ, അത്ഭുതകരമായ ഈ അപ്പം വർദ്ധിപ്പിക്കൽ യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പ്രവർത്തിച്ച പല അത്ഭുതങ്ങളിൽ, അടയാളങ്ങളിൽ ഒന്നായിട്ട് എല്ലാ സുവിശേഷന്മാരും അവതരിപ്പിക്കുമ്പോൾ, മനുഷ്യന് ദൈവവചനം നാം പങ്കിടുമ്പോൾ, ആത്മീയമായ ഭക്ഷണം നാം പങ്കിടുമ്പോൾ, ശാരീരികമായ ഭക്ഷണം കൊണ്ട് അവരുടെ വിശപ്പടക്കി സംതൃപ്തരാക്കണമെന്നുള്ള യേശുവിൻ്റെ വലിയ ചിന്തയാണ് നമ്മളിവിടെ കാണുക. നാം ഇന്ന് ആത്മീയമായ ചിന്തകൾ കൈമാറുവാൻ വെമ്പൽ കൊള്ളുമ്പോൾ മനുഷ്യൻ്റെ പ്രാഥമികമായ ആവശ്യങ്ങളെക്കുറിച്ച് നാം മുഖം തിരിക്കരുത്. അതിനെ നാം പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ശാരീരികമായ ആവശ്യങ്ങൾ, ഭക്ഷണം കൊടുക്കുവാൻ നാം തയ്യാറാകണമെന്ന് കൂടി യേശു നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിന് വചനം കേൾക്കുവാൻ വന്ന അനേകായിരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് യേശുവിൻ്റെ വലിയ ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ്. തൻ്റെ അപ്പസ്തോലന്മാരിലൂടെ അവിടെ നിന്ന് നടത്തുകയാണ്.
അവരുടെ കൈവശം ഉണ്ടായിരുന്ന 5 അപ്പവും 2 മത്സ്യവുമാണ് യേശു വർദ്ധിപ്പിച്ച് അനേകായിരങ്ങൾക്ക് കൊടുത്തത്. യേശുവിന് വേണമെങ്കിൽ അപ്പം മന്ന കൊടുത്തതുപോലെ പഴയ ഉടമ്പടിയിൽ യഹൂദ ജനത്തിന്, ഇസ്രായേൽ ജനം കാനാൻ നാട്ടിലേക്ക് പോയപ്പോൾ മരുഭൂമിയിൽ വെച്ച് മോശയുടെ പ്രാർത്ഥനയനുസരിച്ച് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തത്, മന്ന പൊഴിച്ചു കൊടുത്തതുപോലെ യേശുവിന് വേണമെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ആവശ്യപ്പെടുന്ന യേശു അവരുടെ കൈവശം ഉണ്ടായിരുന്ന 5 അപ്പവും 2 മത്സ്യവും വാങ്ങി അതിനെ ആശീർവദിച്ചു കൊടുത്താണ് ആ മനുഷ്യരെ തൃപ്തിപ്പെടുത്തുന്നത്. മനുഷ്യന്റെ സഹകരണത്തോടെയാണ് ദൈവം എപ്പോഴും പ്രവർത്തിക്കുക. നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് സാധിക്കുന്നിടത്തോളം ദൈവത്തിന്റെ മുമ്പിൽ നാം വെച്ചു കഴിഞ്ഞാൽ ദൈവം അതിൽ അത്ഭുതം പ്രവർത്തിക്കും. പലപ്പോഴും നാം ഒന്നും പ്രവർത്തിക്കാതെ ദൈവത്തിൽ നിന്നും അത്ഭുതങ്ങൾ നടക്കണമെന്ന് കരുതി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ആ ദൈവത്തിന്റെ വലിയ സമീപനത്തിന്റെ ഭാഗമല്ല. ദൈവം എപ്പോഴും മനുഷ്യന്റെ സഹകരണം ആവശ്യപ്പെടുന്നു. മനുഷ്യന്റെ പക്കലുള്ള 5 അപ്പവും 2 മത്സ്യവും അതാണ് അദ്ദേഹം യേശു വർദ്ധിപ്പിച്ച് തന്റെ ശിഷ്യഗണത്തിന് കൊടുക്കുക, തന്റെ ശ്രോതാക്കൾക്ക് കൊടുക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളും താലന്തുകളും ഉപയോഗിച്ച് നമുക്ക് പറ്റുന്നിടത്തോളം ദൈവികമായ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നതിനും ശിഷ്ടഭാഗം ദൈവത്തിൽ നിന്നും പ്രാർത്ഥനാപൂർവ്വം ചോദിച്ചു വാങ്ങുന്നതിനും അവിടുന്ന് ആശീർവദിച്ച അപ്പം പോലെ നമ്മുടെ ജീവിതത്തിലുള്ള ആ അപ്പം ആശീർവദിക്കപ്പെടണമെന്നുള്ള നമ്മുടെ വലിയ ചിന്തയിൽ ദൈവത്തെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ, പരസ്പര കൂട്ടായ്മയിൽ അത്ഭുതങ്ങൾ നടക്കും. ഈ ഞായറാഴ്ച കർത്താവ് അത്ഭുതകരമായി അപ്പം വർദ്ധിപ്പിച്ച സംഭവം നാം ധ്യാനിക്കുമ്പോൾ, അതിനെക്കുറിച്ച് നാം ശ്രമിക്കുമ്പോൾ ഈ 2-3 ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. 1, മനുഷ്യന്റെ സഹകരണത്തോടെയാണ് ദൈവം പ്രവർത്തിക്കുക. 2, ആത്മീയമായ വചസ്സുകൾ, ആത്മീയമായ ഭക്ഷണം ദൈവവചനത്തിലൂടെ അവർക്ക് കൈമാറുമ്പോൾ ശാരീരികമായി അവരുടെ വിശപ്പടക്കിക്കൊണ്ടാണ് അവരെ അതിനുവേണ്ടി ഒരുക്കുക. ആ വലിയ ദൗത്യം സഭയ്ക്കുണ്ട് എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം വിജനമായ സ്ഥലത്ത് കർത്താവ് തന്റെ വചനത്തിന് വേരോടുവാനുള്ള സാധ്യത കൊടുത്തുകൊണ്ട് അവരോട് പ്രബോധനം നടത്തുമ്പോൾ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും അവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അവർ വിശ്വപ്പടക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് താമസിക്കുവാൻ സൗകര്യമുണ്ടെന്ന് പറയുന്ന അപ്പസ്തോലന്മാരുടെ വാക്കുകൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഈ ലോകത്തില് വ്യഗ്രത പൂണ്ട അല്ലെങ്കിൽ ജനബാഹുല്യമുള്ള സ്ഥലങ്ങളിൽ ദൈവവചനം ശ്രവിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകുകയില്ല. ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിനും അതിനോട് പ്രത്യുത്തരിക്കുന്നതിനും നമുക്ക് സാധിക്കണം. ഈ ചിന്തകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ അത്ഭുതകരമായ അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തെ മനസ്സിലാക്കുന്നതിനും ധ്യാനിക്കുന്നതിനും അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നും ആത്മീയമായ ഭക്ഷണവും ശാരീരികമായ ഭക്ഷണവും ചോദിച്ചു വാങ്ങുന്നതിനും അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് പഠിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഇല്ലായ്മയിൽ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള വലിയ ചിന്ത നമുക്ക് സഭ കൈമാറുന്നു. ഈ വചനം നമ്മെ പ്രത്യേകമായിട്ട് ചിന്തിപ്പിക്കട്ടെ. ഈ വചനം തമ്മിൽ ആത്മീയമായ ധ്യാനത്തിനുള്ള ചിന്തകൾ കൈമാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.